ഇതിൻ്റെ അകത്ത് വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് വൈദ്യുതിക്ക് ഈ സീസണിലുണ്ടായത്. കനത്ത മഴക്കുറവ്, എൽ നിനോ പ്രകാരമുള്ള കനത്ത മഴക്കുറവ്, അണക്കെട്ടുകളിലെ ജലശേഖരത്തിന്റെ വലിയ ഇടിവ്, ജലവൈദ്യുത ഉൽപാദനത്തിൽ ഹൈഡൽ പവർ ഉൽപാദനത്തിലുണ്ടായ 80% കുറവ്, ദേശീയ വൈദ്യുതി വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാതിരുന്ന പ്രശ്നം, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിന്റെ വർധനയാണ് ഉപഭോഗത്തിലുണ്ടായിരിക്കുന്നത്. അതേ സമയത്ത് മഴയില്ലാത്തതുകൊണ്ടുള്ള ജലവൈദ്യുത ഉൽപാദനം താഴോട്ട് പോയി, ഗൗരവമായി താഴോട്ട് പോയി. 2055-56% മഴക്കുറവുണ്ടായി. ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ജൂലൈ 17 മൊത്തം സംഭരണ ശേഷിയുടെ 28% മാത്രമായിരുന്നു ജലസംഭരണിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 61%. ഇതാണിത്. മാത്രമല്ല, നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് 25 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് റദ്ദാക്കി. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാം വൈദ്യുതി? 8 രൂപ മുതൽ 14 രൂപ വരെ. 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് മാസങ്ങളോളം, വർഷങ്ങളോളം വൈദ്യുതി ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി പോയി. ഡെയിലി 20-30 കോടി രൂപ അഡീഷണൽ ആകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ എഗ്രിമെന്റ് ഇപ്പം നിലവിലില്ല. ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെന്റിന്റെ പാർട്ടി, ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, എഗ്രിമെന്റ് ഇല്ല, ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ല. അപ്പൊ 1000 മെഗാവാട്ടിന്റെ വൈദ്യുതിയുടെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഹൈഡൽ പവർ ജലവൈദ്യുത ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ജലശേഖരം 61% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞു. മഴയുടെ കുറവ്, എൽ നിനോ പ്രതിഭാസം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാലോ, മൊത്തം മഴയുടെ ഇതിൽ ഭയങ്കരമായി കുറവ് വന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്ട്. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. അല്ല, അപ്പൊ അത്രയും ഡിമാൻഡില്ല, ഡിമാൻഡ് വന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ അന്ന് ഇവർ വാങ്ങിച്ചു. അന്ന് 8 രൂപ മുതൽ 14 രൂപ വരെ 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് ഇവർ വാങ്ങിച്ചു. ഇവർ ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചു, വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചു. ഇപ്പോൾ ഉള്ള പ്രശ്നം, അന്നത്തേക്കാൾ 1000 മെഗാവാട്ട് കൂടുതൽ കൺസംഷൻ വന്നു ഈ പ്രാവശ്യം. 1000 മെഗാവാട്ട്, 800 മുതൽ 1000 മെഗാവാട്ട് വരെ നമുക്ക് കൂടുതൽ വന്നു. ഓരോ ദിവസത്തെയും കൂടുതലാണ്. 2024-25 വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ 10 മില്യൺ യൂണിറ്റിന്റെ ഉപഭോഗം, കൺസംഷനാണ് ഒരു ദിവസം വർദ്ധിച്ചിരിക്കുന്നത്. മറ്റേ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാം. ആ എഗ്രിമെന്റും ഇല്ല. ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി വലിയ പ്രശ്നമാണ്. എൽ നിനോ ആയതുകൊണ്ട് എല്ലാ ഗവൺമെന്റുകളും ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സീരിയസ് ആയില്ല. അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് വന്ന് 30 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗവൺമെന്റ് വിചാരിച്ചിട്ടൊരു പവർ കട്ട് മനഃപൂർവ്വമായിട്ട് ജനങ്ങൾ 1 മണിക്കൂർ ഇരുട്ടിൽ കഴിയട്ടെ എന്നിട്ട്, അല്ല വെയിറ്റ്, 1 മണിക്കൂർ ജനങ്ങൾ ഇരുട്ടിൽ കഴിയട്ടെ എന്നൊരു പുതിയ സർക്കാർ തീരുമാനിക്കുമോ? അപ്പോൾ ഒരു ഔചിത്യമില്ലാത്ത പ്രചരണം, ഒരടിസ്ഥാനമില്ലാത്ത പ്രചരണം സംസ്ഥാനത്ത് നടക്കാണ്. ഞങ്ങളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം, ഇപ്പൊ 2 മാസമല്ലേ ആയുള്ളൂ, 1 മാസത്തിനും ഉണ്ടായതാണ്. ഇപ്പൊ എൽ നിനോ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും മഴ കുറയുമെന്ന് ആർക്കും അറിയില്ല. ഇത്രയും ജലശേഖരം നമ്മുടെ സംഭരണികളിൽ കുറയുമെന്ന് കരുതിയില്ല. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാതിരിക്കുമെന്ന് കരുതിയില്ല. ഇത് അക്രോസ് ദ
കൺട്രി ഈ വിഷയമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി അവർ ചോദിക്കുന്നതിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞങ്ങൾ 5 രൂപ 96 പൈസയ്ക്ക് 200 മെഗാവാട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഇപ്പം 200 മെഗാവാട്ട് കൂടി ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ പോയില്ല നമ്മൾ. അപ്പോൾ വലിയ എമൗണ്ടിൽ മേടിച്ചില്ല. അപ്പോഴും ഇവർ 14 രൂപയ്ക്ക് വരെ വൈദ്യുതി മേടിച്ചു. മനസ്സിലായ? ഞാനിപ്പോൾ ഈ അദാനി ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല. ആ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തിട്ട് അദാനി കമ്പനിക്കാണ് കൊടുത്തത് വൈദ്യുതി. അവരെ നിന്നാണ് പിന്നെ വൈദ്യുതി മേടിച്ചത്. എന്തുകൊണ്ടാണ് അന്നത്തെ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തതെന്ന് ഇതുവരെ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല, അന്നത്തെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിട്ടില്ല. ആ വൈദ്യുതി കരാർ എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് കരാറ് നടപ്പിലാക്കി. 8 കൊല്ലം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, റെഗുലേറ്ററി കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? പേര് പറയിപ്പിക്കണം. അല്ലല്ല, പേര് പറയിപ്പിക്കണം അംഗങ്ങൾ. അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അതിൻ്റെ അകത്ത് അംഗങ്ങൾ, ആ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ. മനസ്സിലായേ? എന്നിട്ട് പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് 8 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നേരെ അത് റദ്ദാക്കിയിട്ട് 8 രൂപ തൊട്ട് 14 രൂപ വരെ വൈദ്യുതി മേടിക്കുകയാണ്. അദാനി കമ്പനിയുടെ നിന്നാണ് മേടിച്ചത് ആദ്യം. അല്ല, അത് നോക്കാം, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. ഇപ്പം നമുക്ക് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. ക്ലിയർ ആയില്ലേ? ഇനി ചോദിച്ചു അടുത്തത്. അങ്ങനെ മുൻകൂട്ടി പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഞാൻ 2 മാസമല്ലേ ആയുള്ളൂ. എല്ലാ ഗവൺമെന്റുകളും അവരുടേതായ റീസണബിൾ സമയം എടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, അതുപോലെ കണ്ണൂർ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, ഞങ്ങൾ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. എല്ലാം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുവാണ്. അതെല്ലാം വളരെ പെട്ടെന്നുണ്ടാവും. അതൊക്കെ വന്നോളൂ. അല്ല, അതൊരു ഞാൻ പറയട്ടെ, അത് വളരെ ആരോഗ്യമന്ത്രി അതിൻ്റെ അകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഭക്ഷണം കൊടുക്കുന്നതിലല്ല പ്രശ്നം. ഭക്ഷണം കൊടുത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ പ്രശ്നം വന്നു. ചില ആശുപത്രിക്കകത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ സ്ഥലം വന്നു. പിന്നെ എല്ലായിടത്തും ഒരു ഭയങ്കര പൊളിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ ബാനറും അതൊക്കെ കെട്ടി വന്നു. ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 6 വർഷമായിട്ട് അവിടെ ആ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് റോഡിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഈ വിതരണത്തിൽ അവർ ഈ വാർഷികയോഗം ആഘോഷിക്കുമ്പോൾ അവർ നമ്മളേക്ക് വിളിക്കും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോയി കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റൂട്ടിൽ കൊടുക്കണമെന്ന് ചോദിച്ചു ഭക്ഷണം. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് ഇവർക്ക് കോൺഗ്രസ്സുകാരാണ് കൊടുക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് അതൊന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റോഡരികിൽ അപകടകരമാണ്, ആളുകൾ വന്നിങ്ങനെ കൂടി നിൽക്കുന്നത്. ഞാൻ പോയപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്, അതിനെന്താ തെറ്റ്? ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു യുവജന സംഘടന അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി അത് മാതൃകയാക്കി അത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഈ സ്ഥലമൊക്കെ ആശുപത്രിയുടെയൊക്കെ കയ്യേറി ചെയ്യരുത്. അവിടെ പോയി ഇത് വല്ലാതെ പൊളിറ്റിസൈസ് ചെയ്യരുത്. അതൊക്കെ നോക്കണം. പിന്നെ നമ്മൾ കുറേ സംഘടനകളൊക്കെ സ്റ്റേറ്റ് വൈറ്റ് ചെയ്യുമ്പോൾ താഴെ തട്ടിലുള്ളവർ ചിലപ്പോൾ മുകളിലുള്ളവർ പറഞ്ഞ് കേൾക്കാതെ ഓവറായിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യണ കാര്യമാണ്. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെൻറ് എടുക്കില്ല. ആരോഗ്യമന്ത്രി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഇതാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തുകയും ചെയ്തു. പ്രശ്നം ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും ഞങ്ങളെതിരായിട്ടുള്ളൊരു നിലപാടും ഈ ഗവൺമെൻറ് സ്വീകരിക്കില്ല. കൊടുക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചും ഭംഗിയായിട്ടും ചെയ്ത് ആളുകൾ ഇത് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷവും. കൊടുക്കുന്നത് നല്ല കാര്യമാണ്, ഒരു തെറ്റുമില്ല. അല്ല, അത് നോക്കട്ടെ, നമുക്ക് മറ്റു കാര്യങ്ങൾ അതിന് റീസണബിൾ ആയിട്ടുള്ള സമയം എടുക്കില്ല. അവരുടെ റിപ്പോർട്ട് നമുക്ക് അതേപോലെ നടപ്പാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്.
ഞാൻ പറയുന്നത് ഇതെല്ലാം ഇതിന്റെ കാര്യങ്ങൾ അറിയാതെ നടത്തുന്ന വാർത്താ പ്രചരണങ്ങളാണ്, തെറ്റായ കാര്യമാണ്. ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പിലെ DGPയുടെ അടുത്താണ് അവർ കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ട് എപ്പോഴാണ് കിട്ടിയത്? എന്താണ്? കഴിഞ്ഞ ആഴ്ച. അത് DGP പരിശോധിച്ച് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ വരും. ഞങ്ങൾ ആലോചിച്ച് ആ കാര്യത്തിൽ എന്ത് നടപടി ചെയ്യുമെന്ന് പറയും. ഒരു ഡിലേയും വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ വൈകി. ഞങ്ങൾക്ക് എന്താ അജിത് കുമാറായിട്ട് ബന്ധം? ഞാനല്ലേ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ച ആള്. എൻ്റെ പേരും എൻ്റെ പടമൊക്കെ വെച്ചിട്ട് കൊടുക്കുക, അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിയെന്നൊക്കെ പറയും. അടിസ്ഥാനരഹിതമായി എത്രമാത്രം വാർത്തകളാണ് വസ്തുത. ഈ ഒരു കാര്യം കൂടി, ഇപ്പം ഏതായാലും ഇത്ര നിങ്ങൾ ചോദിക്കാത്തവരാണ് അങ്ങോട്ട് പറയാം. ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും മിണ്ടുന്നില്ല. CMDRFനെ കുറിച്ച് വ്യാപകമായ പ്രചരണം നടക്കുക. CMDRF അഴിമതിയാണ്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് 18/5/2021 വരെയുള്ള കുടിശ്ശിക എത്രയായിരുന്നറിയാം? അപേക്ഷകളുടെ 34,661. CMDRFിലേക്ക് ചികിത്സിക്കാൻ അപേക്ഷ കൊടുത്താൽ ഡിലേ വരുമായിരുന്നു. 6 മാസവും 6 മാസത്തിൽ കൂടുതൽ ഡിലേ പിണറായി സർക്കാർ ഇരുന്ന കാലത്തും വരുമായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം 2 മാസമല്ലേ ആയല്ലോ. ഞങ്ങൾ വന്നതിന് ശേഷം ആ 34,661 അപേക്ഷയിൽ 11,174 ക്ലിയർ ചെയ്തു. ഈ വേഗത്തിൽ ചെയ്തു. ഈ സർക്കാരിന്റെ കാലത്ത് പുതിയ അപേക്ഷ കിട്ടിയിട്ടുണ്ട് 23,653. അതിൽ ഞങ്ങൾ 9,726 ചെയ്തു. അപ്പോൾ ഏകദേശം 21,000 അപേക്ഷകൾ 2 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് ക്ലിയർ ചെയ്തു. ഞങ്ങൾ വന്നൊന്നും ഇരുന്നേയുള്ളൂ. എന്നിട്ട് പറയുകയാണ് CMDRF എല്ലാം കെട്ടിക്കിടക്കാന്ന് പറഞ്ഞു. കെട്ടിക്കിടന്നിരുന്ന കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താ. ഞാൻ പറയും, എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? തെറ്റായ വാർത്തകൾ കൊടുത്ത്. ഇനി ആകെ ജനങ്ങൾക്ക് അനുവദിച്ച ചികിത്സാ തുക 24,15,00,000 രൂപ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്പീഡാക്കാൻ സ്റ്റാഫ് മറ്റതെല്ലാ സംവിധാനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടിയന്തരമായിട്ട് ചില കളക്ടർമാർ അല്ലെങ്കിൽ ചില ജനപ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടി വരും ചില കാര്യത്തിൽ. ഇപ്പോൾ വയനാട് മരണമടഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനം മന്ത്രിസഭയിൽ കൊണ്ടുപോയി എടുത്തു. ചില തീരുമാനങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്കൊക്കെ സർജറി, ചില പെട്ടെന്ന് പ്രശ്നം, ആ സർജറി നടത്താൻ പൈസയില്ല, ആ സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ന് വരുമ്പോൾ നമുക്ക് ഈ 6 മാസം ഡിലേ ചെയ്ത് കൊടുത്താൽ മതിയാ. തീരെ പാവപ്പെട്ടവരായ ചില കേസുകളൊക്കെ റെക്കമെൻഡ് ചെയ്ത് കളക്ടർമാരുടെ അടുത്ത് വരും. അതൊക്കെ നമുക്ക് കൊടുക്കുക. ഇതിലെന്താ അഴിമതി? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ. നേരത്തെ തീരുമാനിച്ച കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കും. നമുക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും.